ഹലോ, ലേഡി സ്യൂട്ടിന്റെ തയ്യൽ ഭാഗം 4 കമ്മീസിന്റെ തയ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഈ ക്ലാസിന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ ക്ലാസിന്റെ അവസാനം നിങ്ങൾക്കിവ ചെയ്യാനാകും. ഫേസിംഗിൽ നെക്ലൈൻ തയ്ക്കലും ഫിനിഷും, സ്കൈ ഡാർട്ട്, സ്കൈ ഡോട്ട്സ്, കൂടാതെ വേസ്റ്റ് ഡാർട്ടുമായി കമ്മീസ് തയ്ക്കുക. ഫേസിംഗ് കട്ട് ചെയ്ത് സ്ക്വയർ നെക്കിനോട് ചേർക്കുക. ഒരു കമ്മീസ് തയ്ക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങളും മെറ്റീരിയൽസും ഇവയാണ്: 2 ഹുക്കുകൾ, മാച്ചിങ് കളറിലുള്ള തയ്യൽ നൂൽ, മെഷീൻ സൂചി 16-ാം നമ്പർ, കൈസൂചി, തയ്യൽ മെഷീൻ, ടൈലറുടെ കത്രിക, തയ്യൽ പിന്നുകൾ, ഇരുമ്പ് ബോക്സ്. കമ്മീസിന്റെ സ്റ്റൈൽ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫ്രണ്ട് ഭാഗത്ത് ഒരു സ്കൈ ഡാർട്ട് സൈഡ് ഡാർട്ട് വേണം, കൂടാതെ വേസ്റ്റ് ഡാർട്ട് അതിന് നല്ല ഷേപ്പ് വരുത്താനും. പിൻഭാഗത്ത് അരക്കെട്ടുണ്ടായിരിക്കണം. ഫേസിംഗുമായി നെക്ക് വൃത്തിയായി ഫിനിഷ് ചെയ്യണം. സ്റ്റൈലിന് വേണ്ടി കമ്മീസിന് ഒരു സൈഡ് സ്ലിറ്റ് വേണം. കൂടാതെ വേസ്റ്റ് സീമിൽ ഒരു ഇൻസീം പ്ലാക്കറ്റ് ഉണ്ടാകണം. ഒരു കമ്മീസ് തയ്ക്കുന്നതിന്റെ നടപടിക്രമത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. കമ്മീസിന്റെ മുറിച്ച ഘടകങ്ങൾ: ഒരു ഫ്രണ്ട് ബോഡീസ്, ഒരു ഫേസിംഗ് പീസ്, കൂടാതെ 2 സ്ലീവ്സ്. ഓരോന്നും ഒരു ഫേസിംഗ് പീസ് കൂടി ചേർന്നാണ് വേണ്ടത്. ഡാർട്സ് പിടിപ്പിക്കുക, കൂടാതെ തയ്ക്കുക. എന്നിട്ട് സ്കൈയും സൈഡ് ഡാർട്സും വേസ്റ്റ് ലൈനിലേക്ക്, കൂടാതെ വേസ്റ്റ് ഡാർട്സ് സെന്റർ ബാക്ക്, കൂടാതെ സെന്റർ ഫ്രണ്ട് എന്നിവയിലേക്കും പ്രസ് ചെയ്യുക. അഭിമുഖീകരിക്കുന്ന കഴുത്ത് പൂർത്തിയാക്കുക. ഫ്രണ്ടും ബാക്കും സൈഡ് ഒരുമിച്ച് തയ്ക്കുക. ഇരുവശങ്ങളിലും സ്ലിറ്റ് ഓപ്പണിംഗ് വിട്ടുകൊണ്ട്, കൂടാതെ മാർക്കുകളിൽ സീം പ്ലാക്കറ്റ് മൊത്തത്തിൽ ഇടതുവശത്ത്. പ്ലാക്കറ്റ് ഓപ്പണിംഗ് വിട്ടുകൊണ്ട് ടൈലറുടെ കത്രിക കൊണ്ട് സൈഡ് സീമിന്റെ അരികുകൾ ട്രിം ചെയ്യുക. ഇൻസീം പ്ലാക്കറ്റ് തയ്യാറാക്കുക. സൈഡ് സീമുകൾ പ്രസ് ഓപ്പൺ ചെയ്യുക. വിള്ളലും അടിഭാഗവും ഹെം കൊണ്ട് പൂർത്തിയാക്കുക. ഹെം ഉപയോഗിച്ച് സ്ലീവ് അടിഭാഗം പൂർത്തിയാക്കുക. സ്ലീവിന്റെ സൈഡ് സീം തയ്ക്കുക. കൂടാതെ ആം ഹോളിൽ സ്ലീവുകൾ സെറ്റ് ചെയ്യുക. നെക്ലൈൻ അഭിമുഖീകരിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ പഠിക്കുക. തുണിയുടെ 2 പീസുകൾ എടുക്കുക. ഓരോന്നും 16x22 സെന്റിമീറ്റർ അളവുണ്ടാകണം. ഫേസിംഗിന് കമ്മീസിനു വേണ്ടി ഉപയോഗിച്ച അതേ തുണിയിൽ നിന്നും കട്ട് ചെയ്യുക.
ലേഔട്ടിൽ നിന്ന് അധിക വസ്തുക്കൾ ഉപയോഗിക്കുക. മധ്യത്തിൽ വീതിയിലായി ഓരോ ഫേസിംഗ് പീസും മടക്കുക. കൂടാതെ ആദ്യം ഒരു പീസിൽ ജോലി ചെയ്യുക. കമീസിന്റെ മടക്കിയ ഫ്രണ്ട് നെക്ക് ഒരു മടക്കിയ പീസിൽ ഇരു പീസുകളുടെയും മടക്കിയ അരികുകൾക്ക് മേലെ ഒരുമിച്ച് സെറ്റ് ചെയ്യുക. നെക്ക് ഷേപ്പും ഷോൾഡർ ലൈനിന്റെ സ്ലോപ്പും ഫേസിംഗിൽ മാർക്ക് ചെയ്യുക. .5 സെന്റിമീറ്റർ ദൂരത്തിൽ ഫേസിംഗിൽ നെക്ക് ഷേപ്പ് കോപ്പി ചെയ്യുക. ഇന്നർ കൂടാതെ ഔട്ടർ ഷേപ്പിൽ കട്ട് ചെയ്യുക. കൂടാതെ ഫേസിംഗ് പീസ് അൺഫോൾഡ് ചെയ്യുക. മറ്റ് ഫേസിംഗ് പീസിൽ ബാക്ക് നെക്ക് കൊണ്ട് മുഴുവൻ പ്രക്രിയയും ആവർത്തിക്കുക. കമീസിന്റെ ഷോൾഡർ സീം തയ്ക്കുക. കൂടാതെ തെറ്റായ വശത്തുനിന്നും ഫേസിംഗ് സ്ട്രിപ്പ് വേറിട്ടും തയ്ക്കുക. ഫേസിംഗ് സ്ട്രിപ്പിന്റെ ഷോൾഡർ സീം പ്രസ് ഓപ്പൺ ചെയ്യുക. പിന്നിലേക്ക് കമീസിന്റെ സീം അലവൻസ് അമർത്തുക. ഫേസിംഗ് സ്ട്രിപ്പിന്റെ പുറമേയുള്ള പരുക്കനായ അരികുകൾ 1 സെന്റിമീറ്റർ കൊണ്ട് തെറ്റായ വശത്തേക്ക് മടക്കുക. കൂടാതെ 0.5 സെന്റിമീറ്റർ അകലെയായി തയ്ക്കുക. കമീസിന്റെ നെക്ക് ഭാഗത്ത് യുക്തമായ വിധത്തിൽ ഫേസിംഗ് സ്ട്രിപ്പ് പിൻ ചെയ്യുക. കമീസിന്റെ വലതു സൈഡും ഫേസിംഗ് സ്ട്രിപ്പും കൂട്ടിച്ചേർക്കുക. അവ ഒരുമിച്ച് ഘടിപ്പിക്കുന്നതിന് മുമ്പ് ഷോൾഡർ സീമുകൾ മാച്ച് ചെയ്യുമെന്ന് ഉറപ്പാക്കാൻ ശ്രദ്ധിക്കുക. അകത്തെ നെക്ക് ലൈനിന് ചുറ്റിലുമായി 0.75 സെന്റിമീറ്റർ അകലെ തയ്ക്കുക. സീം എഡ്ജിൽ നിന്ന് 2 മില്ലിമീറ്റർ വിട്ടുകൊണ്ട് എല്ലാ മൂലകളും ഡയഗണലായി ക്ലിപ്പ് ചെയ്യുക. നെക്കിന്റെ ഉള്ളിൽ മുകളിലേക്ക് വരുന്ന വിധം ഫേസിംഗ് മടക്കുക. കൂടാതെ നെക്ക് ഷേപ്പിന്റെ അരികിനോട് വളരെ അടുത്തായി ചുറ്റിനുമെല്ലാം ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഫേസിംഗിലും സീം അലവൻസിലും മാത്രം തയ്ക്കുക. തെറ്റായ വശത്ത് നെക്ക് ഷേപ്പിൽ ഫേസിംഗ് മടക്കുക. സീം സെറ്റ് ചെയ്യുക, അമർത്തുക, അടിക്കുക. ചർച്ച ചെയ്ത പ്രധാന കാര്യങ്ങൾ നമുക്ക് സംഗ്രഹിക്കാം. ഡാർട്സ് പിടിപ്പിക്കുക, കൂടാതെ തയ്ക്കുക. എന്നിട്ട് സ്കൈയും സൈഡ് ഡാർട്സും വേസ്റ്റ് ലൈനിലേക്ക്, കൂടാതെ വേസ്റ്റ് ഡാർട്സ് സെന്റർ ബാക്ക്, കൂടാതെ സെന്റർ ഫ്രണ്ട് എന്നിവയിലേക്കും പ്രസ് ചെയ്യുക. അഭിമുഖീകരിക്കുന്ന കഴുത്ത് പൂർത്തിയാക്കുക. അകത്തെ നെക്ക് ലൈനിന് ചുറ്റിലുമായി 0.75 സെന്റിമീറ്റർ അകലെ തയ്ക്കുക. സ്ത്രീകളുടെ കമ്മീസ് സ്റ്റിച്ച്. ഇത് സെഷന്റെ അവസാനത്തിലെത്തുന്നു.
ലേഡി സ്യൂട്ട് സ്റ്റിച്ചിങ് ഭാഗം 4, കമ്മീസിന്റെ തയ്യൽ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.